ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സെറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിസ്റ്റൻസി ഓഫ് എ മെഷറിംഗ് ടൂൾ ഈസ് നോൺ എസ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു മെഷറിംഗ് ടൂളിൻ്റെ കൺസിസ്റ്റൻസി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്: ആക്യുറസി, വാലിഡിറ്റി, റിലയബിലിറ്റി, അപ്ലിക്കബിലിറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് ആക്യുറസി? എന്താണ് ഈ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു മെഷർമെൻറ്റിൻ്റെ ആക്ച്വൽ വാല്യൂവിനോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ഒരു വാല്യൂ. ഇതാണ് എന്താ ആക്യുറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു റോഡിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മളത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 9.9 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതെന്താണ്? 10നോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന വാല്യൂ ആണ് അല്ലേ? സോ അതെന്താണ്? ആക്യുറേറ്റ് ആണ്. അതായത് ഒരു ആക്ച്വൽ വാല്യൂവിനോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ഒരു വാല്യൂ. ഇതാണ് എന്താ ആക്യുറേറ്റ് അല്ലെങ്കിൽ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലോസ്നെസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത് നോക്കാം, വാലിഡിറ്റി. എന്താണ് ഈ വാലിഡിറ്റി? അതായത് ഒരു സംഭവം വാലിഡ് ആവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ തെർമോമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് അല്ലേ ഉപയോഗിക്കുക. അതായത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ എന്താണ്? വാലിഡ് ആണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വെയിറ്റ് മെഷർ ചെയ്യാൻ തെർമോമീറ്റർ വാലിഡ് ആണോ? അല്ല, വാലിഡ് അല്ല. അപ്പോൾ എന്താണ് ഈ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഷറിംഗ് ടൂള് എത്രത്തോളം വാലിഡ് ആണ്, ഇതാണ് എന്ത് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ എന്താണ്? വാലിഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഈ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അപ്രോപ്രിയേറ്റ്നെസ് അല്ലെങ്കിൽ റെലവൻസ്. എത്രത്തോളം റെലവൻ്റ് ആണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷറിംഗ് ടൂള്, ഇതാണ് എന്ത് വാലിഡിറ്റി. അപ്പോൾ നമ്മുടെ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ക്ലോസ്നെസ് ആണ്. ഇനി വാലിഡിറ്റി എന്ന് പറഞ്ഞാലോ അപ്രോപ്രിയേറ്റ്നെസ് അല്ലെങ്കിൽ റെലവൻസ്. ഓക്കെ അല്ലേ? ഓക്കെ. സോ അടുത്തത് എന്താ? റിലയബിലിറ്റി. എന്താണ് ഈ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു വെയിങ് മെഷീനിൽ ഒരേ ദിവസം തന്നെ പല പ്രാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് മെഷർ ചെയ്യാണ്. ആ വെയിങ് മെഷീൻ കാണിക്കുന്ന വാല്യൂ എന്തായിരിക്കും? നമ്മുടെ വെയിറ്റ് ഓരോ പ്രാവശ്യം നമ്മൾ കാണിക്കുമ്പോഴും കാണിക്കുന്ന വെയിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ എന്തുണ്ട്? കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം വെയിറ്റ് നോക്കിയാലും അത് കാണിക്കുന്ന വാല്യൂ എന്തായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ മെഷറിംഗ് ടൂൾ എന്താണ്? റിലയബിൾ ആണ്. അപ്പോൾ റിലയബിൾ എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം മെഷർ ചെയ്താലും കാണിക്കുന്ന വാല്യൂ എന്താണ്? റിലയബിൾ ആണ്, അതായത് കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ റിലയബിലിറ്റി ആണ് എന്ത്? കൺസിസ്റ്റൻസി. ഒരു മെഷറിംഗ് ടൂളിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കുന്നത് എന്താ? യെസ്, അത് റിലയബിലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയില്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൺസിസ്റ്റൻസി ഓഫ് എ മെഷറിംഗ് ടൂൾ. ഒരു മെഷറിംഗ് ടൂളിൻ്റെ കൺസിസ്റ്റൻസി അതെന്താണ്? റിലയബിലിറ്റി ആണ്. എന്താണ്? റിലയബിലിറ്റി. ഇനി അപ്ലിക്കബിലിറ്റി. അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് ടൂൾ എത്രത്തോളം അപ്ലിക്കബിൾ ആണ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ, അതിൻ്റെ അപ്ലിക്കബിലിറ്റി അപ്ലിക്കബിൾ ആണ്. ഇതാണ് എന്താ? അപ്ലിക്കബിലിറ്റി. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് 4ഉം നമ്മൾ പഠിച്ചു അല്ലേ? ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്നെസ്, ഒരു ആക്ച്വൽ വാല്യൂവിനോട് എത്രയും ക്ലോസ് ആയി നിൽക്കുന്നു, അതാണ് എന്ത്? ആക്യുറസി. ഇനി വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ റെലവൻസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്നെസ്. പിന്നെന്താ? റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അല്ലേ? അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്, അപ്ലിക്കബിൾ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഡിജിറ്റൽ ഓഡിയോ കണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഡിജിറ്റൽ ഓഡിയോ കണ്ടൻറ്റ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിജിറ്റൽ ഓഡിയോ കണ്ടൻറ്റ്. ശ്രദ്ധിക്കുക, ഓഡിയോ കണ്ടൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്: ഈ കണ്ടൻറ്റ്, പോഡ്കാസ്റ്റ്, വ്ലോഗ്സ്, ഡിജിറ്റൽ ഡയറി. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് കണ്ടൻറ്റ്. അതായത് ജനറലി എല്ലാതും എന്താണ്? ഈ കണ്ടൻറ്റ് ആണ്. ഇപ്പോൾ ടെസ്റ്റ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഓഡിയോസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഈ കണ്ടൻറ്റ് ആണ്. ഓക്കെ അല്ലേ? അതറിയാം നമുക്ക്. ഓക്കെ, ദെൻ പോഡ്കാസ്റ്റ്. ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിജിറ്റൽ ഓഡിയോ കണ്ടൻ്റ് ആണ്. വീഡിയോസും വരും, പക്ഷേ എന്താ? പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഓഡിയോ കണ്ടൻ്റ് ആണ്. നമ്മൾ ഡിജിറ്റലി ഓഡിയോ കണ്ടൻറ്റാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയാം. ഇനി വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വീഡിയോ ബ്ലോഗ്സ് ആണെന്ത്? വ്ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോസ് ആണ്. ഓക്കെ, ദെൻ ഡിജിറ്റൽ ഡയറി. ഈ ഡയറി എന്താ? നമ്മൾ എഴുതാല്ലേ, ഇപ്പോൾ ജേണൽസൊക്കെ എന്താണ്? ഡയറിയാണ്. അത് ഡിജിറ്റലി ഉള്ള ജേണൽസ് ആണെന്ത്? ഈ ഡിജിറ്റൽ ഡയറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 4ഉം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈ നമ്മുടെ ആൻസർ എന്താ വരിക? ഒന്ന് പറഞ്ഞേ. ഡിജിറ്റൽ ഓഡിയോ കണ്ടൻറ്റ്. യെസ്, അതെന്താണ്? യെസ്, അത് പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? അത് പോഡ്കാസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി വ്ലോഗ് ആണെങ്കിലോ? അതിപ്പോൾ ഡിജിറ്റൽ വീഡിയോ കണ്ടൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നെങ്കിലോ അത് വ്ലോഗ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11th November ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊരു കാര്യം പഠിച്ചു. എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഓഫ് ഇന്ത്യ. അതെന്താണ്?
നവംബർ 11th ആണ്. എന്നാണ്? നവംബർ 11th ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ്? നവംബർ 11th ആണ്. ഈ നവംബർ 11th ഇന്ന് മുതലാണ് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അത് 2008 മുതലാണ്, 2008 മുതലാണ് നവംബർ 11th നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? യെസ്, അത് നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാ? അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിനെ ഓണർ ചെയ്തിട്ടാണ് നവംബർ 11th നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്ന് മുതലാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? അത് 2008 ആണ്, നവംബർ 11th. ആരെ ഓണർ ചെയ്തിട്ടാണ്? യെസ്, അത് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമുക്കൊന്നും കൂടെ നോക്കാം. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അതെന്നാണ്? നവംബർ 11th ആണ്. അപ്പോൾ ഇന്ന് മുതലാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? അത് 2008 മുതലാണ്. അപ്പോൾ ആരെ ഓണർ ചെയ്തിട്ടാണ്? യെസ്, അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹം ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.